ജിയോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എപ്സൺ ഈയിടെ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് 4K പ്രൊജക്ടറിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കൂടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. TW6250 എന്ന മോഡൽ 1900 ലുമൻ കളർ ലൈറ്റ് ഔട്ട്പുട്ടിൽ 7500 ഹവേഴ്സ് ലാമ്പ് ലൈഫാണ് അവകാശപ്പെടുന്നത്. എപ്സണിൻ്റെ 3LCD C2 ഫൈൻ ചിപ്പാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. 0.61 ഇഞ്ചാണ് അതിൻ്റെ സൈസ്. ഈ എൻഹാൻസ്മെൻറ്റ് ടെക്നോളജിയിലൂടെയാണ് ഇതിൽ 4K ആക്കി മാറ്റുന്നത്. നമുക്കപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ പാക്കിങ് വരുന്നത്. അത്യാവശ്യം കോമ്പാക്റ്റാണ്, നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. 1,41,999 ഇതിൻ്റെ MRP വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ലുക്കായിട്ടാണ് എപ്സൺ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. ലെൻസ് കവർ ഇട്ട് ഫ്രണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊട്ടക്ഷനും കൂടിയാണത്. ഫ്രണ്ടിൽ നല്ല എയർ സർക്കുലേഷന് വേണ്ട രീതിയിൽ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെൻസിൻ്റെ മുകളിലായിട്ട് ഒരു ഫോക്കസ്, സൂമ്, പിന്നെ ഒരു വെർട്ടിക്കൽ ലെൻസ് ഷിഫ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കീസാണുള്ളത്. അതിന് മുകളിലായി കീ സ്റ്റോണിങ്ങിനുള്ള കീ ആണ് കാണുന്നത്. എപ്സൻ്റെ ഒരു ബാഡ്ജ് ഇവിടെ ഉണ്ട്. പവർ ഓണും സോഴ്സ് സെലക്റ്റും മാത്രമേ മുകളിൽ കാണാനുള്ളൂ. 3LCD അവരുടെ ടെക്നോളജിയുടെ ഒരു സിമ്പൽ അവിടെ ഉണ്ട്. ബാക്കിലായി 4K Pro UHD, അതുപോലെ HDR, HDMI ഒക്കെ ട്രേഡ് മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. HDMI 1 ARCയും ഒരു ഓഡിയോ ഔട്ടും ഒരു സർവീസ് ഇന്നിനുള്ള ഓപ്ഷനും ബാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പവർ ഇൻപുട്ട്. ഇത്രയാണ് ബാക്ക് സൈഡിലുള്ളത്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആൻഡ്രോയിഡ് TVയുടെ എപ്സൻ്റെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു HDMI ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അത് നോക്കാം. ഒരു HDMI ഇന്നും അതുകൂടാതെ അതിൻ്റെ പവർ സോഴ്സുമാണ് ഇത് രണ്ടും. ഇതാണത്. പിന്നെ ഒരു എയർ ഫിൽറ്റർ ഇതിലുണ്ട്. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്ന രീതിയിലാണ് എയർ ഫിൽറ്ററും വെച്ചിട്ടുള്ളത്. എപ്സൻ്റെ ആൻഡ്രോയിഡ് കൺവെർട്ടറാണ് ഇത്. ഇതിന് HDMI ഔട്ട് ഒരു സൈഡിലും ഒരു സൈഡിൽ ഇന്നും പവർ ഇന്ന്. ആ പവർ ഇതിൻ്റെ USB പോർട്ട് വഴിയാണ് വന്നിട്ടുള്ളത്. രണ്ടും കോമ്പാക്റ്റ് ആയിട്ട് ഇതിൽ ഒതുങ്ങിയിരിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ക്യാബിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് അതിൻ്റെ ഫിൽറ്റർ, നേരത്തെ പറഞ്ഞ എയർ ഫിൽറ്റർ. ക്ലീൻ ചെയ്യാൻ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണത്. ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ്. ഇത് ക്ലോസ് ചെയ്യാം. വളരെ പെർഫെക്റ്റായിട്ട് ക്ലോസ് ആയി.
അത്യാവശ്യം നല്ല ഇൻസ്റ്റലേഷൻ ഫ്ലെക്സിബിലിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. AVRൽ സ്ട്രീമർ വെച്ച് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഇതിന് വേറൊരു ടൈപ്പ് ക്ലോസിങ് കവറും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇതാണത്. ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്ട്രീമർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് HDMI പോർട്ട് ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ നമുക്ക് AVR എന്നുള്ള HDMI, ഇപ്പോൾ 2 HDMI ഇന്ന് കൊടുക്കേണ്ട ആവശ്യക്കാർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ സ്ട്രീമർ ഊരി മാറ്റിയാൽ മതി. അതുപോലെ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 റിമോട്ടാണ് ഉള്ളത്. ഒന്ന് നമുക്ക് ആൻഡ്രോയിഡ് ആ സ്ട്രീമർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ടും, പിന്നെ ഒന്ന് എപ്സൺ കൺട്രോൾ ചെയ്യാനുള്ള, അതായത് പ്രൊജക്ടർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റിമോട്ടുമാണ് ഇതിൻ്റെ കൂടെയുള്ളത്. ഡയറക്റ്റ് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ പ്ലേ എല്ലാം ഇതിൽ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് ബട്ടണും ഇതിലുണ്ട് കൂടി. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ടെസ്റ്റിന് റെഡിയായി. അപ്പോൾ നമ്മൾ 135 ഇഞ്ച് സ്ക്രീനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്തേക്കണത്. പെർഫറേറ്റഡ് സ്ക്രീനാണ്. പെർഫറേറ്റഡ് അല്ലാത്ത നോൺ പെർഫറേറ്റഡ് സ്ക്രീനിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും കാണാനില്ല. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചർ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ക്യാമറയുടെ പരിമിതികൾ മൂലം ഒന്ന് ക്ഷമിക്കുക. ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ 35,000 അവകാശപ്പെട്ടിട്ടുള്ളത്. ഏകദേശം കോൺട്രാസ്റ്റിൽ നമുക്കൊരു കുറവ് തോന്നുന്നില്ല. നല്ല ബ്ലാക്ക് ലെവലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങിൽ തന്നെ വീഡിയോ കിട്ടുന്നുണ്ട്. കോൺട്രാസ്റ്റിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യണില്ല. നല്ല കോൺട്രാസ്റ്റ് തന്നെ മികച്ച പിക്ചർ ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ എക്കണോമി മോഡിലാണ്, അതായത് 1900 ലുമൻ കളർ ലൈറ്റ് ഔട്ട്പുട്ട് അവകാശപ്പെടുന്ന മോഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല ബ്രൈറ്റ്നസ്സും നല്ല കളർ കോൺട്രാസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. ക്യാമറയിൽ നമ്മൾ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുന്ന അത്ര കിട്ടില്ല, എന്നാലും ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നേരിട്ട് കാണുന്നേക്കാളും കുറച്ചുകൂടിയും വൈറ്റ് കൂടിയിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടിയും പെർഫെക്ഷൻ ഉണ്ട്. ഇതിൽ കാണുന്നേക്കാളും പെർഫെക്ഷൻ ഉണ്ട്. എന്തായാലും എപ്സൻ്റെ ഈ മോഡൽ വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ടറിൽ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന് വെർട്ടിക്കൽ ലെൻസ് ഷിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇൻസ്റ്റാളേഷൻ ഫ്രണ്ട്ലിയാണ്. നമുക്ക് കുറച്ച് സ്ക്രീനിൽ നിന്ന് കുറച്ച് ഉയരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയതുകൊണ്ടൊന്നും വിഷയമില്ല. പിക്ചറിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. 60% ലെൻസ് ഷിഫ്റ്റ് ഇതിൽ കിട്ടും. അതായത് വെർട്ടിക്കൽ ലെൻസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ കുറച്ചുകൂടി ഈസിയാണ്. ചെറുതായി പൊസിഷനുകളൊക്കെ കാറ്റർക്കങ്ങൾ, അതായത് മുകളിലേക്കോ താഴത്തേക്കോ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നടക്കും. വലിയ വിഷയമില്ലാണ്ട് നടക്കും. അതുപോലെ ലെൻസും സൂമിന് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. എല്ലാ കളറുകളും നല്ല ഡെപ്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കളറുകളും നന്നായി റീപ്രൊഡക്ഷൻ വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ യൂട്യൂബിലുള്ള ഒരു 4K വീഡിയോ ആണ് നമ്മൾ ഇതിലിട്ടിട്ട് കാണിക്കുന്നത്. ക്യാമറയുടെ കുറച്ച് പരിമിതികളുണ്ട്. ക്യാമറയുടേതായ കുറച്ച് പരിമിതികളുണ്ട്. അല്ലാതെ നേരിട്ട് കാണുമ്പോൾ യാതൊരു പിക്സലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലിയറാണ് പിക്ചർ. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നാൽ കാണാവുന്നതാണ്, എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക.